കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരാണ് വാസവനും ശിവൻകുട്ടിയും. ഏകദേശം കണ്ടാൽ ഒരുപോലെ തന്നെയാണ് രണ്ടുപേരും. അവർ തമ്മിൽ വലിയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരാണ് രണ്ടാമൻ എന്നറിയാനാണ്. രണ്ടാമന്മാർ ആകണമെങ്കിൽ അവർക്കുണ്ടാകേണ്ടുന്ന ക്വാളിറ്റി അത് രണ്ടുപേർക്കുണ്ടോ എന്നുള്ളത് സമൂഹം തീരുമാനിക്കട്ടെ. പക്ഷേ ഈ രണ്ട് പേർ പിണറായി വിജയന് നല്ല പണി കൊടുക്കില്ലേ? പിണറായി വിജയന് പണി കൊടുത്താണോ പിണറായി വിജയൻ ഇവർക്കിട്ട് പണി കൊടുത്താണെന്നോ വേറെ കാര്യം. അത് വിശദവിവരം നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞു വരട്ടെ. ഈ രണ്ട് പേരുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ വരെ അല്ലെ ഏതാനും ഒരു മാസം മുമ്പ് വരെയെങ്കിലും മന്ത്രിസഭയിലെ രണ്ടാമൻ വാസവൻ തന്നെയായിരുന്നു. ഒന്നാമൻ രണ്ടുപേരുണ്ട്, പിണറായി വിജയനും റിയാസും. ഒന്നാമൻ രണ്ടുപേരുണ്ട്. അപ്പോൾ റിയാസ് പിണറായി ഉള്ളപ്പോൾ പിന്നെ റിയാസ് അങ്ങനെ മന്ത്രിയാകേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നടക്കും. പിന്നെയുള്ളത് വാസവനായിരുന്നു. അപ്പോൾ വാസവൻ ഇങ്ങനെ പിണറായി ഏതെങ്കിലും കാരണത്താൽ മാറി നിൽക്കേണ്ടി വന്നാൽ എനിക്ക് ആ കസേരയിൽ കയറിയിരിക്കാം എന്ന് സന്തോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുക. അതൊക്കെ ചില സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല, കള്ളത്തരായിരിക്കാൻ കോൺഗ്രസ്സുകാരാണ് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും വാസവൻ അങ്ങനെ ഒരു മോഹം ഉണ്ടാകുന്നത് ന്യായമായിട്ടുണ്ടാകും. കാരണം റബ്കോയെ എങ്ങനെയാക്കിയെന്നറിയാം, ഇവിടുത്തെ കോട്ടയത്തെ ചില കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എങ്ങനെയാക്കിയെന്നറിയാം. പിന്നെ ഒത്തിരി കഥകൾ വേറെ പറയാനുണ്ട്. ഈവൻ എന്തിന് ഭരതൻ്റെ മകൻ്റെ കല്യാണത്തിന് പോകാൻ കോട്ടയം ട്രാൻസ്പോർട്ട് ഡിപ്പോയിലെ ജീവനക്കാർ ബസ് കാശുമൊക്കെ പിരിച്ച് ബസ്സിൻ്റെ കാശും അടച്ച് കണ്ണൂർക്ക് പോകാൻ തുടങ്ങി പറഞ്ഞ് ഭരതൻ്റെ കല്യാണത്തിന് പോകേണ്ട, മകൻ്റെ കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞ മാന്യനാണ് വാസവൻ. CITU തൊഴിലാളികൾ പോയത്. കാരണം അത്രയ്ക്ക് മാത്രം പക വെച്ച് പെരുമാറുന്നയാളാണ്. പക്ഷേ ഇതിപ്പോൾ പറ്റിയിരിക്കുന്നത് ഒരു തരത്തിൽ എല്ലാ സംവിധാനങ്ങളും കല്യാണത്തിന് വേണ്ട ആ കല്യാണമല്ല, വാസവൻ മനസ്സിലാഗ്രഹിച്ച ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള ആ സ്ഥാനാരോഹണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. NS സുകുമാരൻ നായരെ കയ്യിലെടുത്തു, വെള്ളാപ്പള്ളിയെ കയ്യിലെടുത്തു, ചങ്ങനാശ്ശേരി ബിഷപ്പിനെ കയ്യിലെടുത്തു. തൊട്ടടുത്തുള്ള സമുദായങ്ങളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമൊക്കെ നടത്തി വരുമ്പോഴാണ് ശബരിമല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇടുത്തി പോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീഴുന്നത്. ഒറ്റ അക്ഷരം കാര്യമായിട്ട് വേണ്ടിയിട്ടുണ്ടോ? ശബരിമല വിഷയത്തെക്കുറിച്ച് വാസവൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായി എന്തെങ്കിലും പ്രതികരണം വന്നിട്ടില്ല. എന്തെങ്കിലും വരാത്ത ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം പ്രസിഡന്റിനെ 2-3 തവണ ചോദ്യം ചെയ്തു. പ്രശാന്തിനെ പേര് പറഞ്ഞില്ല. അല്ല, ദേവസ്വം മന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണ്ടേ? ഇല്ല. അപ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. അയ്യപ്പൻ നോക്കിക്കോളും ആ രീതിയിൽ ശ്രദ്ധ ഇല്ലാതാക്കാം. ന്യൂസ് ഒന്നും പറയാതെ ചർച്ചയിൽ പങ്കെടുത്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കിയാലല്ലേ ചർച്ച വരുള്ളൂ. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവസരം കൊടുക്കാതെ വാസവൻ തൻ്റെ പേരിനെ മാറ്റി നിർത്തി, ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഒരു അഭിപ്രായം പറഞ്ഞാൽ ചർച്ച വരും, വിവാദമാകും. അപ്പോൾ അങ്ങനെ ഒരു അവസരം വാസവൻ കൊടുത്തില്ല, അത്രയ്ക്ക് അവസരപൂർവ്വം കളിച്ചു. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പറ്റി പറയുന്ന ഓരോ കാര്യങ്ങളുടെയും അന്വേഷണം ഓരോ സ്റ്റേജിൽ വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വാസവൻ തൻ്റെ പേരിൻ്റെ അടുത്തേക്ക് എത്താതിരിക്കാനൊരു കോട്ടയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പം വാസവൻ ഡിഫെൻഡ് ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ടാണ് വാസവൻ കോട്ട കെട്ടിയിരിക്കുന്നത്. ആ കോട്ട തീർന്നാൽ അതുകൂടെ പത്മകുമാറിൻ്റെ കൂട്ടം അതുകൂടെ വീണ് പോയാലോ പിന്നെ ആരിലേക്ക് എത്തുന്നത്? വാസവനിലേക്ക് എത്തും. അപ്പോൾ ആ സമയം നോക്കി കൃത്യമായിട്ട് ശിവൻകുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ശിവൻകുട്ടി കാര്യം ഇപ്പോൾ ശരീരത്തിന് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടായപ്പോഴും അസാമാന്യ പ്രായോഗിക ബുദ്ധിയുള്ള ആളാണ് ശിവൻകുട്ടി. ഇത്രയും വിദ്യാഭ്യാസം ഇത്രയും കുളമാക്കിയിട്ട് പിള്ളേരുടെ അപ്പൂപ്പ എന്ന് പറഞ്ഞാൽ നടക്കുക. അപ്പോൾ ശിവൻകുട്ടിക്ക് സൂത്രപ്പണി മുഴുവൻ അറിയാം. ശിവൻകുട്ടി ഈ അവസരം മുതലാക്കി പിണറായി വിജയന് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്ന ഒറ്റ മന്ത്രിയേ ഉള്ളൂ, ശിവൻകുട്ടി. വീണ ജോർജ് പോലും മിണ്ടുന്നില്ല. എൻ്റെ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് തകർന്ന് അല്ല, വീണ ജോർജ് പോലും പിണറായി ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഇനി പാർട്ടിക്കകത്ത് പുറത്ത് എന്നാ പറഞ്ഞാലും ചാടിക്കടിക്കുന്ന വിജയരാഘവൻ ഉണ്ടായിരുന്നു, മറ്റേ AK ബാലൻ ഉണ്ടായിരുന്നു, അവരും മിണ്ടുന്നില്ല. ആര് ഇപ്പോൾ പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട് ആരാ വരുന്നത്? ശിവൻകുട്ടി മാത്രമേ വരുന്നുള്ളൂ. ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശം അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധിയെ പറ്റി ആരെല്ലാം എന്തെല്ലാം പറയുമ്പോഴും വ്യക്തിപരമായി ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും ഒരു സാത്വിക പരിവേഷം സോണിയാഗാന്ധിക്കുണ്ട്. സോണിയാഗാന്ധിക്ക് വേണമെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാമായിരുന്നൊരു സമയമുണ്ട്. അത് നേടാത്തതിന് വേറെ കാരണമുണ്ട്. എന്നാൽ പോലും നേടാമായിരുന്നൊരു സമയമുണ്ടായിരുന്നു, പ്രധാനമന്ത്രി സ്ഥാനം ഉൾപ്പെടെ. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇവിടെ നിൽക്കുകയും തൻ്റെ ഭർത്താവ് മരിക്കുന്ന കണ്ടു അല്ലേ, അമ്മ ഇതെല്ലാം മരിക്കുന്ന കണ്ട് സാക്ഷിയായിട്ട് പിള്ളേരെ വളർത്തി ചെറുപ്രായത്തിൽ തൊട്ട് വളർത്തി കൊണ്ടുവന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന ആണ് സോണിയാഗാന്ധി. കാര്യമായ മറ്റ് അഴിമതി ആരോപണമുണ്ട്, ആർക്ക് വേണ്ടിയാണ് കാശുണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം സോണിയയ്ക്ക് ചോദിക്കാം. സോണിയാഗാന്ധി ആർക്ക് വേണ്ടിയാണ് കാശുണ്ടാക്കുന്നത്? ഇന്ത്യക്ക് പുറത്ത് സോണിയാഗാന്ധി ഇനി എത്ര കാലം അവർക്ക് ജീവിക്കാൻ പറ്റും? പിന്നെ മക്കൾക്ക് വേണ്ടിയാണോ?
ആണെങ്കിൽ അത് നാളെ അറിയട്ടെ. അതെ, എല്ലാ തെളിവുകളും പുറത്ത് വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. സോണിയാഗാന്ധി ശബരിമലയിലെ വിഗ്രഹ കച്ചവടത്തിൽ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വാദ്രയോ പാർട്ട് ആൻഡ് പാഴ്സലാണെങ്കിൽ കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകണമെന്നേ. അതെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലെടുത്ത് സമീപനം എടുക്കാവില്ല. അങ്ങനെ ഒരു ആരോപണം വന്നാൽ, അന്വേഷണത്തിലേക്ക് വന്നാൽ. അതിനു മുമ്പ് ഈ കേസുണ്ടാകുന്നതിന് മുമ്പ് 2009 തോന്നുന്നു സോണിയാഗാന്ധി 2013 2013 സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടിച്ചെന്നാണ് പറഞ്ഞത്. ഉത്തരേന്ത്യയിലെ ആചാരമനുസരിച്ചും കേരളത്തിലെ ആചാരമനുസരിച്ചും രക്ഷാബന്ധൻ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ആ സമയത്ത് പോയി സാധാരണഗതിയിൽ ഏത് പെണ്ണുങ്ങളുടെ കയ്യിലും ചരട് കെട്ടാം, സഹോദരിയാണ്. അപ്പോൾ സഹോദര സ്നേഹം അല്ലെങ്കിൽ മാതൃതുല്യമായ സ്നേഹം ഉണ്ടെങ്കിലും കേട്ടാം. അപ്പോൾ സോണിയാഗാന്ധിയെ സമീപിക്കുമ്പോൾ, ഈ മനുഷ്യൻ സമീപിക്കുമ്പോൾ ഇയാളൊന്നുമല്ല. ഇയാൾക്ക് വല്ല വെളിച്ചെണ്ണ ഊറ്റി വിൽക്കാനോ അല്ല വിളക്കിലൊഴിക്കുന്ന എണ്ണ ഊറ്റി വിൽക്കാനോ അല്ല അവിടുത്തെ പായസത്തിന് കൊടുക്കുന്ന ശർക്കര കൊണ്ടുപോകാൻ അത്രയ്ക്കുള്ള കപ്പാസിറ്റി അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളൂ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ സോണിയാഗാന്ധിയെ കാണണമെന്നൊരു സ്വാഭാവിക തോന്നലുണ്ടായി കാണും. അവിടെ രാഷ്ട്രീയം എന്നാണെന്നറിയത്തില്ല, കോൺഗ്രസ് ചായ ഉണ്ടായിരുന്നു എന്നറിയത്തില്ല. അപ്പോൾ ഇവർ അടൂർ പ്രകാശോ ആൻ്റോ അന്നയോ ചിലപ്പോൾ സഹായിച്ച് കാണും, ഉറപ്പായിട്ടും സഹായിച്ച് കാണും, ഇല്ലയെന്നും പറയണ്ട. പിന്നെ രണ്ടാമത് ഇയാളെ ഏറ്റവും നന്നായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നല്ല ഡിപ്ലോമാറ്റാണ്. ആൾക്കാരെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാം. അതിന് നമ്മുടെ തൃക്കാക്കര തന്നെ അതിനെപ്പറ്റി വേറൊരാൾ കൂടിയുണ്ട്, പക്ഷേ ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ അടുത്ത സുഹൃത്തും കൂടിയാണ്. ഏത് ആൾക്കാർ എത്ര വലിയ വമ്പനാണേലും കുഴികുത്തി വീഴിക്കാനും തൻ്റെ വഴി കൊണ്ടുവരാനും അറിയാം. പക്ഷേ സോണിയാഗാന്ധിയായിട്ട് അങ്ങനെ ഒരു ബന്ധം അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും 10-50 തുടർച്ചയായി ഫോട്ടോ ഇപ്പം പുറത്ത് വരേണ്ടതാണ്. ആ ഒറ്റ ഫോട്ടോ ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ, അതിനുശേഷം കണ്ടിട്ടില്ല എന്നുള്ളത് സോണിയാഗാന്ധിക്കും അറിയാം, കൂടെ ഉണ്ടായിരുന്ന എം പിമാർക്കും എല്ലാവർക്കും അറിയാം. അതിനുശേഷം 2016 ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 17 വരെ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ദേവസ്വം പ്രസിഡൻ്റായിരുന്നു. ഒരു ആരോപണം അദ്ദേഹത്തിന് ഒരു കളവുമായി മോഷണവുമായി യാതൊരു ബന്ധവുമില്ല, അത് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ 2017 ശേഷം വന്ന എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ദേവസ്വം ബോർഡ്, അതിൽ ദേവസ്വം ബോർഡ് തിരുവാഭരണ കമ്മീഷണറായിരുന്ന എൻ വാസു, ഇവരൊക്കെ ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വലിയൊരു കള്ളനാക്കി മാറ്റുകയായിരുന്നു. ഇവരുടെ ഇൻസ്ട്രുമെൻ്റായി മാറി ഉണ്ണികൃഷ്ണൻ പോറ്റി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയെയും അറിയാം, മന്ത്രിയെയും അറിയാം. അപ്പോൾ ഇവർക്ക് തന്ത്രിയുടെ ഞാൻ കണക്ക് കൂട്ടുന്നത്, ഞാനിപ്പോൾ താങ്കൾ പറഞ്ഞോണ്ടാ പറഞ്ഞത്, തന്ത്രിയുടെ പിൻബലം കൂടെ ഈ കാര്യത്തിന് നേടാനുള്ള ഉപകരണമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെക്കുകയായിരുന്നു. മാത്രമല്ല കർണാടകയിൽ ഇതിനു മുമ്പ് പൂജ നടത്തിയ പരിചയം, കർണാടകയിലുള്ള വലിയ വലിയ ബിസിനസ്സുകാരുമായുള്ള ബന്ധം, ഇതൊക്കെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമലയിലെ മോഷണത്തിലെ ഏറ്റവും നല്ല ടൂൾ എന്ന് മനസ്സിലാക്കി തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ, വാസു, ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് മോഷണം നടത്താൻ തുടങ്ങിയത്. ജയറാമിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, കുരങ്ങനെ ഉപയോഗിച്ച് മോഷണം നടത്തുന്നത്. ശോഭനയും ജയറാമും കൂടെയുള്ള പോലീസ് ഓഫീസർ കുരങ്ങനെ കയറ്റി കഥകൊക്കെ തുറക്കാനായിട്ട് കുരങ്ങനെയാണ് കയറ്റി വിടുന്നത്. അങ്ങനെ ശബരിമലയുടെ കൊള്ളയടിക്കാനുള്ള കഥക് തുറക്കാൻ കയറ്റി വിട്ടൊരു കുരങ്ങ് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആളെ കയ്യിലെടുക്കാനുള്ളൊരു പാടവം അതൊക്കെ ഇവർ നന്നായി മുതലെടുത്തു. ഇങ്ങനെയുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരെയും ബന്ധം സ്ഥാപിച്ചു. അതിന് ശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സന്ദർശകനായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. 2-3 പ്രാവശ്യം അവിടെ ചോറിന് ഉണ്ണാനൊക്കെ പോയിരുന്നു എന്നുള്ള തെളിവ് തൊട്ടടുത്തുള്ളവരൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ പച്ചയ്ക്ക് ശബരിമലയിൽ മോഷണം നടത്തി അവിടുന്ന് എല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഈ സോണിയാഗാന്ധിയൊക്കെ വിളിച്ചു പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നില്ല. നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ അവിടെ ആസ്വദിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ പറ്റിയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അവിടെ ആഹ്ലാദിക്കുന്നത് ശിവൻകുട്ടി. തിരുവനന്തപുരം ജില്ല ശിവൻകുട്ടിയുടെ റൈവേൽ അങ്ങ് തീരുകയാണ്. നേരത്തെ ഉണ്ടാകുന്ന ആനാവൂർ നാഗപ്പൻ അവരുടെയൊക്കെ കാലം കഴിഞ്ഞു, ആനത്തലോട്ടാണെന്നെ കാലം കഴിഞ്ഞു, ഇനിയിപ്പോൾ വിജയകുമാറിൻ്റെ കാലം, ഇവരെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ശിവൻകുട്ടി മാത്രമായി ലീഡർഷിപ്പ് നിൽക്കുകയാണ്. പിണറായി വിജയൻ തിരുവനന്തപുരം ജില്ല ശിവൻകുട്ടി ജയിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. അത് നിയമമണ്ഡലത്തിൽ വെറും 3900 വോട്ടിന് കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ട ശിവൻകുട്ടി ഇത്തവണ അവിടെ വരാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ അല്ല. രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ പോലും ശിവൻകുട്ടിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, സോണിയാഗാന്ധിക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഭയങ്കരമായി ശിവൻകുട്ടിയെ എതിരായിട്ട് ബാധിക്കും, തിരിച്ചടി വരും. അവിടെ സംഭവിക്കുന്നത് ഈ ശിവൻകുട്ടി സോണിയാഗാന്ധി ഇത്രയും തെറി പറഞ്ഞുകൊണ്ട് മാത്രം കോൺഗ്രസിന് അനുകൂലമായി ഒരു സഹതാപതരംഗം, ശിവൻകുട്ടിയോടുള്ള പ്രതിഷേധ സൂചകമായി കുറേ വോട്ട് കോൺഗ്രസിന് കിട്ടും. അത് BJP തോൽപ്പിക്കാൻ മാത്രം പറ്റുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും
കഴിഞ്ഞ പ്രാവശ്യം CPM ൽ നിന്ന് UDF-ലേക്ക് വോട്ട് പോയി കഴിഞ്ഞാൽ അത് CPM-ന് തിരിച്ചടിയാണ്. തിരിച്ചടിയാവും. പക്ഷേ അത് ജയിക്കാൻ മാത്രം പറ്റുമെന്ന് അറിയത്തില്ല. BJP വിജയിക്കും എന്നുള്ളതാണ്. വിജയിക്കോ തോക്കോ അതിപ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അനുകൂലമായ ട്രെൻഡ് കോൺഗ്രസിന് അനുകൂലമായിട്ട് എന്തുമാത്രം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ മറിച്ച് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഇത്തവണ 3-ാം സ്ഥാനത്ത് പോകാൻ പോകുന്നത് CPM ആയിരിക്കും എന്ന് പറയാം. ഇതാണ് ശിവൻകുട്ടിയുടെ പെരുമാറ്റം കൊണ്ടുണ്ടായ പ്രശ്നം. അപ്പോൾ ഇവിടെ ഏറ്റുമാനൂർ സ്ഥിതി അറിയാം. അപ്പോൾ അതിന് പ്രത്യേക ഒരു മതപരമായ പശ്ചാത്തലമുള്ളതാണ് വാസവൻ്റെ. ഏറ്റുമാനൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി വോട്ടുകളുണ്ട്. വൈക്കം വിശ്വൻ പോലും പാർട്ടിയുടെ സെക്രട്ടറി LDF കൺവീനർ വൈക്കം വിശ്വൻ ഏറ്റുമാനൂർ മാത്രം എഴുതുമ്പോൾ വൈക്കം വിശ്വനാഥൻ നായർ എന്നാവും പേര്. കാരണം നായർ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് വൈക്കം വിശ്വനാഥൻ നായർ. ബാക്കി സ്ഥലങ്ങളിലേക്ക് വൈക്കം വിശ്വൻ ഈഴവൻ്റെ ട്യൂൺ വരും. നീണ്ടൂർ കുമരകം ഭാഗത്ത് ചെല്ലുമ്പോൾ അങ്ങനെ സമൂഹത്തെയും ജാതിയെ എങ്ങനെയെല്ലാം ഉപയോഗിക്കുക ആ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ആരും തർക്കം പറയണ്ട. വാസവനും അറിയാതെ വാസവനെ ലതികാ സുഭാഷിനെ നിർത്താതിരിക്കാൻ വാസവൻ മാക്സിമം നോക്കി. ലതികാ സുഭാഷ് സ്വതന്ത്രമായിട്ട് നിൽക്കേണ്ടി വന്നു. അതാണ് വാസവനെ സഹായിച്ചത്. അല്ല, വാസവൻ സുഭാഷിനെ നിർത്തി മത്സരിപ്പിച്ചു. ചിലവ് വരെ വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ലതികാ സുഭാഷ് കോൺഗ്രസിൽ നിന്ന് പുറത്താണെങ്കിൽ പോലും കോൺഗ്രസ് അണികളുമായി ബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു. അവരെ മത്സരിപ്പിക്കുക വഴി കുറേ കോൺഗ്രസ് വോട്ട് പോയി. എന്നാലും ഈ സ്പ്ലിറ്റ് വന്നപ്പോൾ ഉറപ്പായിട്ടും വാസവന് ജയിക്കാൻ സാഹചര്യം ഉണ്ടായി. പക്ഷെ മറിച്ച് ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പോൾ കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചു മേടിച്ച് നല്ല കോൺഗ്രസ് തന്നെ കൊണ്ടിട്ടാൽ വാസവൻ തോക്കും. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മുഖ്യമന്ത്രിയെ വഴിതെറ്റിക്കാനും അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ ഒരു ശീതള ചായയിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവരെ പുലഭ്യം പറയാനും ഇരിക്കുന്ന കസേരയുടെ മഹത്വം പോലും മനസ്സിലാക്കാതെ മോഷ്ടിക്കുകയും അതുപോലെ നശിപ്പിക്കുകയും ചെയ്യുന്ന 2 മന്ത്രിമാരാണ് വാസവനും ശിവൻകുട്ടിയും. ഇവർക്കെതിരെയുള്ള പ്രതിഷേധം കേരളത്തിൽ അലയടിക്കുമെന്നുള്ളത് സത്യമാണ്. ഇനി CPM എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞുകൊണ്ട് പറയാം, ശിവൻകുട്ടി അണ്ടർവെയർ കാണിച്ചുകൊണ്ട് മേശപ്പുറത്തൂടെ കയറി നടന്നു എന്നുള്ള വലിയൊരു ആക്ഷേപമുണ്ട്. സത്യമാണ്, ലോകം മുഴുവൻ കണ്ടത്. എപ്പോഴേ ശിക്ഷ കിട്ടും. പക്ഷേ ഇന്ന് അതിനെ CPM ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണെന്നറിയോ? പണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. CM സുന്ദരൻ എന്ന് പറഞ്ഞ പാലക്കാട് നിന്നുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ MLA മന്ത്രിയോ മറ്റായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തുറന്ന് കാണിച്ചതാണ് മുണ്ട് കുത്ത് അഴിച്ചിങ്ങനെ സഭയുടെ നേരെ കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഇത് ആദ്യം ചെയ്തത്. അതുകൊണ്ട് ശിവൻകുട്ടി ചെയ്യുന്നുള്ള ആ ന്യായീകരണമായിട്ടാണ്. അതെ, ഈ ന്യായീകരണ തൊഴിലാളികളും അതിനുള്ള ക്യാപ്സൂളുകളും ഒക്കെ തയ്യാറായി വച്ചിരിക്കുന്നതാണ് CPM-ൻ്റെ പണി. അതൊന്നും ഇനി ഏശാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ശിവൻകുട്ടിയും വാസവനും കൂടി ഈ സർക്കാരിനെ തകർക്കാൻ 2 മന്ത്രിമാർ കൂടി വീഴുന്നു. അതെ, ഇന്നിപ്പോൾ പറയാം. അതെ, ബാക്കി നാളെ പറയാം. അതെ, ഇത് തീർച്ചയായും ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ടും മഹത്തായ ഒരു നിയമസഭ പോലെയുള്ള ഒരു ഇടത്ത് നിന്ന് സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളെ അല്ലെങ്കിൽ ആരെയും ആയിക്കോട്ടെ സഭയിലില്ലാത്ത ഒരാളാണ്. അവരെക്കുറിച്ച് ഇത്രയും അസഭ്യം പറയുകയും അത് ശരിയാണെന്ന് അതിന് മാപ്പ് പറയാനോ അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കാനോ തയ്യാറായിട്ടില്ല. ഒരു പച്ചക്കള്ളം അതുപോലെ തന്നെ സഭയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് കേരളം കണ്ടു. അതുപോലെ തന്നെ വാസവനും ശബരിമലയിലെ ഈ 2025 പോലും കട്ടിളപ്പാളികളൊക്കെ ഇളക്കിക്കൊണ്ടു പോകാൻ നോക്കി നിന്ന ഒരു മന്ത്രി, അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെയാണ് വാസവനും. ഇവർ 2 മന്ത്രിമാർ കൂടി ഈ സർക്കാരിനെയും അതുപോലെ തന്നെ അവർക്ക് വരാനുള്ള സാധ്യതകളെയും എല്ലാം തകർക്കുമെന്നുള്ളത് 100% ശരിയാണ്. നമുക്ക് ഈ അന്വേഷണം ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും മന്ത്രിയെ കണ്ടെത്തുന്നവരെ തുടരാം. അതെ.